ഇപ്പോൾ പ്രവീൺ പുരുഷോത്തമനൊപ്പവും വിദ്യാർത്ഥിയുണ്ട്. പ്രവീൺ, വിദ്യാർത്ഥികൾ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ ആകെ തന്നെ ആശങ്കയിലാണ്. എന്താണ് പ്രവീണിനൊപ്പമുള്ള കുട്ടി പറയുന്നത്? സ്മൃതി, പത്തനംതിട്ട കുമ്പഴ സ്വദേശിയായിട്ടുള്ള ഈ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥി ആൽബിൻ റെജിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ആൽബിൻ റെജിക്ക് ഈ കീമിൻ്റെ ഈ ഒരു പരീക്ഷയിൽ ആദ്യ റാങ്ക് പട്ടികയിൽ 2685 ആയിരുന്നു. പക്ഷേ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രകാരം 2711 റാങ്ക് മാറിയിരിക്കുന്നു. അതായത് റാങ്കിൽ താഴേക്ക് പോയിരിക്കുന്നു. ഇതിപ്പോൾ CBSE സിലബസിലുള്ള അവർക്കാണ് അഡ്വാൻറ്റേജ് വന്നിരിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് അഡ്വാൻറ്റേജ് അല്ല എന്നാണ് പറയുന്നത്. സ്റ്റേറ്റുകാർക്ക് ഇപ്പോൾ അഡ്വാൻറ്റേജ് അല്ല ഈ റാങ്ക് ലിസ്റ്റ്, CBSEക്കാർക്ക് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ? നല്ല പ്രതീക്ഷയായിരുന്നു. കാരണം നമ്മൾ ഇത്ര റാങ്ക് കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ചേഞ്ച് ചെയ്തപ്പോൾ ഒരു ചെറിയ സങ്കടമുണ്ട്. ഇപ്പോൾ റാങ്ക് താഴേക്ക് പോയിരിക്കുന്നു. ഇനിയിപ്പോൾ അത് അഡ്മിഷനെയൊക്കെ ബാധിക്കുമെന്നൊരു ആശങ്കയുണ്ടോ? നല്ല ആശങ്കയില്ല. കാരണം ഇപ്പം ഒന്നാമത്തെ നല്ല കോമ്പറ്റീഷൻ ഇപ്പം അഡ്മിഷൻ ആയത്തില്ല. അപ്പം റാങ്ക് കുറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് ചാൻസസ് കുറയും നല്ല കോളേജ് കിട്ടാൻ വേണ്ടിയിട്ട്. സർക്കാർ ഇക്കാര്യത്തിൽ വേണ്ടത്ര മുന്നൊരുക്കം നടത്തിയില്ല എന്നൊരു അഭിപ്രായമുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഫോർമുല സ്റ്റേറ്റൊക്കെ റാങ്ക് കുറയുന്നു എന്നുള്ളൊക്കെ. പക്ഷേ ഇവർക്ക് ഈ ഐഡിയ വരുന്നത് റാങ്ക് ലിസ്റ്റ് പ്രോസ്പെക്ടസ് പ്രകാരത്തെ ജൂൺ 10 വരേണ്ടത്. ജൂൺ 9 ആയപ്പോൾ 8 ആയപ്പോഴാണ് ഇവർക്ക് പുതിയ ഫോർമുല ഉണ്ടാക്കണം, സ്റ്റേറ്റൊക്കെ പ്രിവിലേജ് വേണമെന്ന് പറഞ്ഞ് ഇത്രയും ഡിലേ വന്നത്. അവസാനം സ്റ്റേറ്റ് സിലബസ് ആക്കി ഇങ്ങനെ വന്നപ്പോഴേക്കും അല്ല ഇത്ര ഇഷ്യൂസ് ആയത്. ഒരുപാട് വിദ്യാർത്ഥികൾ പറയാനുണ്ട്. സംസ്ഥാനത്തെ അങ്ങോളമുള്ള വിദ്യാർത്ഥികൾ, സ്റ്റേറ്റ് സിലബസിൽ എഴുതിയ വിദ്യാർത്ഥികൾ ഇങ്ങനെ നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.